വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന് കണക്ക് നൽകിയെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. കണക്ക് ഔദ്യോഗികമായി ലഭിച്ചില്ലെന്ന് കേന്ദ്രം. ഹെലികോപ്റ്റർ വാടക ഇപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് വ്യോമസേനയോട് ഹൈക്കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ചിലവാക്കിയ തുകയും ബാക്കി എത്രയുണ്ടെന്നുള്ള വിശദമായ കണക്ക് കേന്ദ്രത്തിന് നൽകിയെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതു സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ പകർപ്പും സംസ്ഥാനം കോടതിയിൽ ഹാജരാക്കി. ഇതനുസരിച്ച് അടിയന്തര ആവശ്യങ്ങൾക്ക് എത്ര തുക നൽകാനാകുമെന്ന് അറിയിക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഔദ്യോഗികമായി കത്ത് ലഭിച്ചിട്ടില്ലെന്നാണ് കേന്ദ്രം മറുപടി പറഞ്ഞത്. നടപടിക്രമം പാലിച്ച് ഇന്ന് തന്നെ കേന്ദ്രത്തിന് കത്തയക്കുവാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ദുരന്ത സഹായത്തിന് 132.62 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് സംസ്ഥാനം അടയ്ക്കണമെന്ന് കേന്ദ്രം കത്ത് നൽകിയിരുന്നു. കേന്ദ്രം സമർപ്പിച്ച ബില്ലുകളിൽ 13 കോടി രൂപ മാത്രമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് ചെലവായത്. ബാക്കി തുക 8 വർഷം മുമ്പ് വരെ നടന്ന ദുരന്തങ്ങളിലെ സഹായധനം സംബന്ധിച്ചുള്ളതാണ്. കൂടാതെ മുൻപ് പ്രളയ ദുരന്തം നടന്ന സമയത്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ വാടകയും കേന്ദ്ര സർക്കാർ തിരികെ ചോദിച്ചു. ഈ സമയത്ത് പഴയ കണക്കിലെ തുക തിരികെ നൽകുവാൻ ആവശ്യപ്പെടുന്നതിനെ ഹൈക്കോടതി വിമർശിച്ചു. ഇത് അത്ഭുതാവഹമായിരിക്കുന്നുവെന്നും കോടതി പരാമർശിച്ചു. ഇത്രയും കാലം ഇതൊന്നും ആവശ്യപ്പെടാതിരുന്നത് എന്താണെന്നും കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ടവർക്ക് എത്രയും വേഗം ആശ്വാസമേകുവാൻ ഹൈക്കോടതി ആത്മാർത്ഥമായ പരിശ്രമം നടത്തുമ്പോഴും പരസ്പരം പഴിചാരി സഹായം പരമാവധി വൈകിപ്പിക്കുവാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കോടതിയിലെ കണക്ക് പറച്ചിൽ. അമൃത ന്യൂസ്, കൊച്ചി.